Love
ആളുകളാൽ ഞങ്ങൾക്ക് വേണ്ടി പുഴപ്പോഴും മണ്ണ് സമയത്തിനും
ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങൾക്ക്
ഇവരെ നശിപ്പിക്കണമെന്ന് ഞങ്ങൾ പറയുന്നത് നിനക്ക് ഇഷ്ടമോ എന്ന് ചോദിച്ചു. അവൻ തിരിഞ്ഞ് അവരെ ശാസിച്ചുകൊണ്ട്, നിങ്ങൾ ഏതാത്മാവിനുള്ളവരെന്ന് നിങ്ങൾ അറിയുന്നില്ല. മനുഷ്യപുത്രനാകട്ടെ ആത്മാക്കളെ നശിപ്പിക്കാനല്ല, രക്ഷിപ്പാനായിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. അവർ വേറൊരു ഗ്രാമത്തിലേക്ക് പോവുകയും ചെയ്തു. അനന്തരം അവർ വഴിയെ പോകുമ്പോൾ ഒരുവൻ അവനോട്, എന്റെ കർത്താവേ, നീ പോകുന്നിടത്തേക്ക് ഞാനും നിന്നെ അനുഗമിക്കട്ടെയോ എന്ന് ചോദിച്ചു. യേശു തമ്പുരാൻ അവനോട് പറഞ്ഞു, കുറുനരികൾക്ക് ഗുഹകളും ആകാശത്തിലെ പക്ഷികൾക്ക് കൂടുകളുമുണ്ട്, എന്നാൽ മനുഷ്യപുത്രന് തന്റെ തല ചായ്പാൻ സ്ഥലമില്ല. പിന്നെ അവൻ മറ്റൊരുവനോട്, നീ എന്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു. അവനവനോട്, എന്റെ കർത്താവേ, ആദ്യമേ പോയി പിതാവിനെ കബറടക്കം ചെയ്യുവാൻ എനിക്ക് അനുവാദം തരണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കബറടക്കട്ടെ, നീ പോയി ദൈവരാജ്യം പ്രസംഗിക്കുക എന്ന് പറഞ്ഞു. വേറൊരുവൻ അവനോട്, എന്റെ കർത്താവേ, ഞാൻ നിന്റെ പിന്നാലെ വരാം, എന്നാൽ ആദ്യമേ പോയി എന്റെ വീട്ടുകാരോട് യാത്ര പറഞ്ഞും വെച്ച് വരുവാൻ എന്നെ അനുവദിക്കണമേ എന്ന് പറഞ്ഞു. യേശു തമ്പുരാൻ അവനോട്, കലപ്പയിന്മേൽ കൈവച്ചിട്ട് പുറകോട്ട് നോക്കുന്ന ഒരുവനും ദൈവരാജ്യത്തിന്റെ കൊള്ളാകുന്നവനല്ല എന്ന് പറഞ്ഞു. ബാധിക്കുമോ നിങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധി ഉണ്ടാകുമാറാകട്ടെ. എല്ലാ ദിവസങ്ങളിൽ വരുക ഞാൻ തന്നെ ഇഹപരമായ സൃഷ്ടികളും കബറിൽ നിന്നിക കർത്താവും ഉയർത്തെഴുന്നേറ്റീദിനം ഹല്ലേലൂയ സഭമോദിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും അനശ്വരമായ നല്ല മഹിമയും നേരമില്ലായപ്പോഴും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങളുടെ കർത്താവേ, നീ ഞങ്ങളെ യോഗ്യരാക്കണമേ. പൂർവിക നീതിമാന്മാരുടെ കാഴ്ചകളെ കൈക്കൊള്ളുകയും വിശുദ്ധ പിതാക്കന്മാരുടെ പ്രാർത്ഥനകളിൽ പ്രീതിപ്പെടുകയും പുരോഹിതന്മാരുടെ ഹോമയാഗങ്ങളിൽ പ്രസാദിക്കുകയും ദീർഘദർശിമാരുടെ ബലികളിൽ ഇഷ്ടപ്പെടുകയും സ്ലീഹന്മാരുടെ കുർബാനകളെ പൂർത്തിയാക്കി വിശുദ്ധീകരിക്കുകയും ഹാബേലിനും നോഹിനും മൽക്കീസേദെക്കിനും തന്റെ രഹസ്യത്തെ വെളിപ്പെടുത്തുകയും മോശയ്ക്കും അഹ്റോനും ശമൂവേലിനും തന്റെ ദൃഷ്ടാന്തം കാണിച്ചു കൊടുക്കുകയും ചെയ്തവനും ഏകമായി ഗ്രഹിക്കപ്പെടുകയും തൃത്വമായി സ്തുതിക്കപ്പെടുകയും ഉദ്ഘോഷിക്കപ്പെടുകയും ചെയ്യുന്നവനും വിഭജിക്കപ്പെടുവാൻ പാടില്ലാത്ത പ്രത്യേക ദൈവവുമായ കർത്താവിന് ദൈവീകമായ സ്തോത്രയാഗം അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ദൈവം തമ്പുരാനേ, ഞങ്ങളുടെ ആയുസ്സിന്റെ നാളുകളൊക്കെ സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ഭയങ്കരമായ
ഞങ്ങളുടെ കൃത്യങ്ങളെ ക്ഷമിക്കുകയും തുടച്ചു നീക്കുകയും അവയോർക്കാതിരിക്കുകയും ചെയ്യുന്നതുമായ ദൈവമായ കർത്താവേ, സ്നേഹപൂർവമായ നിന്റെ കാരുണ്യത്താൽ സന്ധ്യങ്ങളായ എന്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ നിന്റെ സകല ജനങ്ങളുടെയും പാപങ്ങളെയും എന്റെ ദൈവമേ നിന്റെ കരുണയാൽ നീ മായിച്ചു കളയണമേ. ഉത്തമനേ, ദൈവതോ നീ ഞങ്ങളിൽ കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെ നീ ഓർത്തുകൊള്ളണമേ. എന്റെ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും മഹത്വമുള്ളതിന്റെ വിശുദ്ധ സഭയുടെ പ്രജകളായ സകല മരിച്ചുപോയവരുടെയും ആത്മാക്കളെയും ഓർക്കണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയുമാകുന്ന പരിമഞ്ഞ നീ തെളിക്കണമേ. കർത്താവേ, മഹത്വത്തിന്റെ നാഥനുമായ മെസ്സിയ രാജാവേ, ഞങ്ങൾക്കും അവർക്കും നീ വിമോചനവും ആയിരിക്കണമേ. കർത്താവേ, ഞങ്ങൾക്ക് നീ ഉത്തരമരുളണമേ. ഞങ്ങളുടെ തുണയ്ക്കായി നീ എഴുന്നള്ളണമേ. ഞങ്ങളെ സഹായിപ്പാൻ വന്നു ചേരണമേ. തമ്പുരാനേ, എല്ലാ കഠിന ശിക്ഷകളും ദയാപൂർവം ഞങ്ങളിൽ നിന്ന് നീക്കി മായിച്ചു കളയണമേ. കോപവടികളെ ഞങ്ങളിൽ നിന്ന് കരുണാപൂർവം തടുത്ത് മാറ്റിക്കളയണമേ. സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെ അർഹരാക്കി തീർക്കണമേ. നിനക്കിഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്വത്തിന്റെ പ്രീതികരവുമായ ക്രിസ്തീയ പരിപൂർണത ഞങ്ങൾക്ക് നീ നൽകണമേ. നല്ലൊരവസാനത്തിന് ഞങ്ങളെ എല്ലാവരെയും അർഹരാക്കി തീർക്കണമേ. ഞങ്ങളെപ്പോഴും എപ്പോഴും എന്നേക്കും നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഞങ്ങളെ സൃഷ്ടിച്ച് ഈ ആയുസ്സിനെ ഖാനിക്കുകയും സ്വർഗീയ രഹസ്യങ്ങളുടെ വെളിപാടുകൾ ഞങ്ങളെ കാണിച്ചു തരികയും വിശുദ്ധാത്മശക്തിയാൽ ഈ ശുശ്രൂഷ ഞങ്ങൾക്കായി നിയോഗിക്കുകയും ചെയ്ത ദൈവമായ കർത്താവേ, ഞങ്ങൾ ഈ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകരും സത്യവചനത്തെ കുറ്റം കൂടാതെ അനുഷ്ഠിക്കുന്ന നിന്റെ സ്വർഗീയ രഹസ്യങ്ങളുടെ പരിചാരകന്മാരുമായി തീരുവാനും നിനക്ക് തിരുവിഷ്ടമുണ്ടാകണമേ. ഈ മേശയെ, അതായത് പരിശുദ്ധ ബലിപീഠത്തെ സമീപിക്കുന്നവരായ ഞങ്ങളെ നിന്റെ മഹാകരുണയ്ക്ക് തക്കവണ്ണം നീ സ്വീകരിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾക്കും നിന്റെ ജനത്തിന്റെ അജ്ഞതയ്ക്കും വേണ്ടി ഈ ബലിദിനം കണക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരുമാറാകണമേ. സ്വർഗീയവും ആന്തരികവുമായ ബലിപീഠത്തിന്മേൽ പരിമളവാസനയായി ഇതിനെ അംഗീകരിച്ചുകൊണ്ട് നിന്റെ കൃപയും ഉത്തമനായ നിന്റെ റൂഹായുടെ ശക്തിയും ഞങ്ങൾക്ക് അയച്ചു തരയണമേ. കർത്താവേ, ഞങ്ങളിൽ തൃക്കൺ പാർത്ത് നീതിമാനായ ഹാബേലിന്റെ കാഴ്ചയും നോഹിന്റെ ബലിയും അബ്രഹാമിന്റെ പല വഴിപാടുകളും മോശയുടെയും അഹ്റോന്റെയും ആചാരത്വ ശുശ്രൂഷയും ശമൂവേലിന്റെ സമാധാന യാഗങ്ങളും അങ്ങ് കൈക്കൊണ്ട പ്രകാരം ഞങ്ങളുടെ ശുശ്രൂഷയും നീ വീക്ഷിക്കണമേ. വിശുദ്ധ സ്നേഹന്മാരിൽ നിന്നും സത്യവിശ്വാസികളായ പിതാക്കന്മാരിൽ നിന്നും ഉപദേഷ്ടാക്കന്മാരിൽ നിന്നും ഈ ആചാരത്വ ശുശ്രൂഷയെ നീ കൈക്കൊണ്ടതുപോലെ പാപകരമായ ഞങ്ങളുടെ കൈകളിൽ നിന്നും ഈ സുഗന്ധധൂപത്തെ നീ സ്വീകരിക്കണമേ. മാലിന്യരഹിതമായ ഈ ബലി നിനക്കർപ്പിക്കുവാനും പ്രതിപകര ദിവസത്തിൽ നിന്റെ മശിഹായുടെ കരുണ മൂലം വിശ്വസ്തരും ജ്ഞാനികളുമായ
ഭവനാധികാരികളോടൊപ്പം പ്രതിഫലം പ്രാപിക്കുവാനും ഞങ്ങൾ അർഹരായി തീരണമേ. അവൻ മുഖാന്തരവും അവനോടുകൂടി നിനക്കും നിന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും ബഹുമാനവും യോഗ്യമാകുന്നു. ഹോശോ വബകുലസ്മായിൽ വൽമീൻ. ആമേൻ. കർത്താവിന്റെ അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ ആത്മാക്കളുടെയും നമ്മുടെ പിതാക്കന്മാരുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും വിശുദ്ധ സഭയുടെ പ്രതികളായ സകല വാങ്ങിപ്പോയവരുടെയും ആത്മാക്കളിലും രണ്ട് ലോകങ്ങളും എന്നേക്കും കരുണ ചെയ്തുകൊണ്ട് പാപിയായ തന്റെ ദാസന്റെ ദുർഗത്തെ ശുദ്ധീകരിക്കുന്നു. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും ഞങ്ങൾ വിശ്വസിക്കുന്നു. സഹോദരങ്ങളെ, ശ്രേഷ്ഠരായ ഗുരുക്കന്മാരെ, നിങ്ങൾ എന്നോട് ക്ഷമിക്കുകയും ഞാൻ അർപ്പിക്കുന്ന ഈ കുർബാന ദൈവസന്നിധിയിൽ ഏറ്റവും യോഗ്യമായി തീരുവാൻ നിങ്ങളും എന്നോടൊപ്പം പ്രാർത്ഥിക്കും. ഞങ്ങൾ വിശ്വസിക്കുന്നു. സമയം
പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസവും എനിക്ക് വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിന്റെ വലതുഭാഗത്ത് മശിയാ തമ്പുരാനിരിക്കുന്ന ആ മഹോന്നതങ്ങളിലായിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിങ്കിൽ ഇരിക്കുന്നു. ഭക്തിയോട് നമുക്കും നമ്മുടെ കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഭയത്തോടുകൂടി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നത് കർത്താവേ, തിരുമുൻപാകെ നിന്നുകൊണ്ട് ഇടവിടാതെ നിന്നെ മഹത്വപ്പെടുത്തുന്ന ആയിരങ്ങളും പതിനായിരങ്ങളുമായ അഗ്നിമയന്മാരോടൊരുമിച്ച് തൃത്വസ്തുതികളാൽ നിന്നെ പുകഴ്ത്തുവാൻ ഞങ്ങൾ യോഗ്യരായി ഭവിക്കണമേ. പരിശുദ്ധൻ 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 ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവരും ആരെങ്കിലും വാഴ്ത്തപ്പെട്ടവരാകുന്നു. ശാകരമായ കഷ്ടാനുഭവത്തിന് താൻ ഒരുങ്ങിയപ്പോൾ തന്റെ കൈകളിൽ അപ്പമെടുത്ത് വാഴ്ത്തി അതനുഭവിക്കുന്നവർക്ക് നിത്യജീവനു വേണ്ടിയുള്ള തന്റെ പരിശുദ്ധ ശരീരമെന്ന അതിനെ നാമകരണം ചെയ്തു. പ്രകാരം തന്നെ വീഞ്ഞും വെള്ളവും ചേർത്തുണ്ടാക്കിയ കാസായി താൻ എടുത്തതിനെ വാഴ്ത്തി അതനുഭവിക്കുന്നവർക്ക് നിത്യജീവനു വേണ്ടിയുള്ള തന്റെ വിലയേറിയ രക്തമായിട്ട് അതിനെ പൂർത്തിയാക്കി. ഞാൻ വരുന്നതുവരെ എന്റെ സ്മരണയ്ക്കായി പ്രകാരം നിങ്ങൾ ചെയ്യുവീൻ എന്നരുളി ചെയ്തുകൊണ്ട് വിശുദ്ധ സ്നേഹന്മാരെ താൻ ഇത് ഫലമേൽപ്പിച്ചു. അതാമോ മനുഷ്യാവതാരത്തിലെ രക്ഷാപ്രവർത്തനങ്ങളെയും നിന്റെ സഭീത ഓർക്കുന്നു. ഓരോരുവനും അവനവന്റെ പ്രവൃത്തികൾ
സർവശക്തിയുള്ള പിതാവാം ദൈവം തമ്പുരാനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് അനുതാപപൂർവം പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്നെ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഉത്തമനായുള്ളവേ, ദയതോ നീ ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. ഞങ്ങളെല്ലാവരുടെ സമാധാനം ഞങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധിയും ഉണ്ടാകണമേ. എന്നോട് ഉത്തരം അരുളണമേ. കർത്താവേ, എന്നോട് നീ ഉത്തരം അരുളണമേ. ഉടയവനേ, എന്റെ ആജ്ഞാശബ്ദം നീ കേട്ടിട്ട് എന്റെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ ശരീരമായി പൂർത്തീകരിക്കുമാറാകണമേ. കലർത്തപ്പെട്ട ഈ കാസ ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ രക്തമായി അവിടുന്ന് വ്യത്യാസപ്പെടുത്തുമാറാകണമേ. അനുഭവിക്കുന്ന സകലർക്കും ഇവ കടങ്ങളുടെ പരിഹാരത്തിനായി തീരണമേ. തന്മൂലം അവർ നിത്യജീവൻ അവകാശികളായി തീരണമേ. അവർ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യണമേ. ഓശോ ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായി ദൈവത്താൽ നടത്തപ്പെട്ടു പോരുന്നവരുടെ പാത്രകീസായ മോറാൻ മോരും ജ്ഞാതിയോസപ്രേമിതിനു വേണ്ടിയും നമ്മുടെ ശ്രേഷ്ഠ കാതോലിക്ക അബൂൻമോർ ബസോലിയോസ് തോമസിനു വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടകാരൻ അബൂൻമോർ തീമോത്തിയോസിനു വേണ്ടിയും സത്യവിശ്വാസികളായ ശ്രേഷ്ഠമുള്ള സകല എപ്പിസ്കോപ്പന്മാർക്ക് വേണ്ടിയും ശ്രേഷ്ഠവും ഭയങ്കരവും പരിശുദ്ധവുമായ ഈ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. നിന്റെ സഭയ്ക്ക് ശാന്തിയും സമാധാനവും അതിനിടയന്മാർക്ക് ഉത്തമവും പ്രശാന്തവുമായ ദീർഘായുസ്സും നൽകണമേ. സത്യവചനം ശരിയായി പഠിപ്പിക്കുന്ന ഇടയന്മാരെ അതിലെഴുന്നേൽപ്പിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഓശോ സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, പലവിധമായ കഠിന പരീക്ഷകളിൽപ്പെട്ട് നിന്നിൽ ആശ്രയിച്ചിരിക്കുന്ന രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നീ അവരെ ദർശിക്കുന്നതിനു വേണ്ടിയും ഈ നാഴികയിലും ഈ സമയത്തും ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസാരരും ബലഹീനമായ ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ സഭയുടെ മക്കളാകുന്ന
വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യം ഐക്യം അപകീർത്തിയും ഉണ്ടാകുവാനായിട്ടും അവർ സ്വന്തമുള്ളവരായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. നിന്റെ സഹായങ്ങൾ നൽകണമേ. അവരെയും അവർക്ക് സഹായത്തിന്റെ കൈനീട്ടുന്നവരെയും കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുകുല സത്യവിശ്വാസത്തിൽ മുൻകൂട്ടി നിദ്രപ്രാപിച്ച് വിശ്രമിച്ച് നിന്റെ അടുക്കൽ വന്നു ചേർന്നവരായി ഈ പരിശുദ്ധ മതപകായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്തു നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സകലം മരിച്ചുപോയവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും മരൂപികളെയും തന്റെ അടുക്കലേക്ക് എടുത്തുകൊണ്ടവനായ നമ്മുടെ ദൈവമായ മിശിഹായോട് ധാരാളമായ തന്റെ കരുണകൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മെയും അവരെയും തന്റെ സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായിട്ട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം അട്ടകത്തിന്റെ പറയണം. കരുണയോടെ ഞങ്ങളുടെ പരേതരെ നിങ്ങൾ ആക്ഷിച്ച് അവരുടെ കടങ്ങൾ പരിഹരിക്കുകയും തെറ്റുകൾ ക്ഷമിക്കുകയും ചെയ്യണമേ. എന്തെന്നാൽ നിന്റെ ഏകപുത്രന്റെ ശരീരരക്തങ്ങൾ അവരുടെ അവയവങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുന്നുവല്ലോ. അവൻ മൂലമുള്ള കരുണയും പാപമോചനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും അവരും അവനിൽ തന്നെ ശരണപ്പെടുന്നു. വിശ്വാസത്തോടുകൂടി ഞങ്ങളിൽ വാങ്ങിപ്പോയിരിക്കുന്ന സർവശുദ്ധപ്പെടുത്തണമേ. മനസ്സോടും മനസ്സുകൂടാതെയും അറിവോടും അറിവ് കൂടാതെയും നിന്റെ ദ്രോഹങ്ങൾ ഞങ്ങളോടും ചെയ്തു പോയിട്ടുള്ള പിഴകളെ ക്ഷമിക്കണമേ. ഞങ്ങളുടെയും അവരുടെയും അപരാധങ്ങൾ ഓർക്കാതെ ക്രിസ്തീയമായ നല്ല അന്തത്തിന് ഞങ്ങളെ എല്ലാവരെയും നീ അർഹരാക്കി തീർക്കണമേ. ഹോശോ വബുകുല തന്റെ തിരുനാളിന് പ്രകാരം തന്നെ ഇരിക്കുകയും തലമുറയായി സകലതലമുറകൾ വരെയും ലോകാലോകങ്ങളും സ്ഥിതി ചെയ്യുകയും ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. വലിയവനും നമ്മുടെ രക്ഷകനുമായ യേശുമിശിഹായെന്ന ദൈവത്തിന്റെ കരുണ എനിക്ക് വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ.
വകുലസ്വായി
നന്മകളും അനുഗ്രഹങ്ങളും എനിക്ക് വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടി എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധിയുള്ളവർക്കും വെളിപ്പുള്ളവർക്കുമായി മാത്രം നൽകപ്പെടുന്നു. ഒന്നായിരിക്കുന്ന പിതാവിനും പുത്രനും ജീവനുള്ള പരിശുദ്ധരുമായി എന്നേക്കും സ്തുതി. കരുണയോടെ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ. വലിയ കഷ്ടാനുഭവങ്ങളാലും കുരിശുമരണത്താലും ലോകത്തെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ. ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പൂർണ്ണമാക്കുന്ന ജീവനുള്ള ഏകപരിശുദ്ധയും നമ്മോടുകൂടെ. കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. പരിശുദ്ധേ
പോലെ തളർത്തിടുമേ ഹാലേലൂയ വളരുമവല്ലവനോ കാലകിൽ പോൽ വർദ്ധിക്കുമാർക്ക് ദുഷ്ടി പുഷ്ടികൾ ഭാഗ്യം സ്നേഹക്കും ഭാഗ്യം സകലേക്കും പുനരുദ്ധാനദിനെ ഭാഗ്യമോ ശിരായെ കാക്ഷിച്ചൊരു സഹദേ ചിരകുകൾ തുന്നത പദമേറി ഒരിയറാകെ മേലെ പരിശുദ്ധന്മാരെ നിങ്ങൾ അടികളെയും സകലപരേതരെയും ഈ ധൂപാർപ്പണത്തിൽ നമുക്ക് സ്മരിക്കാം. മക്കളിലപ്പൻ കൃപ ചെയ്യുന്നതുപോലെ ഹല്ലേലൂയ. പുത്രന്മാരിൽ ദൈവം കൃപ ചെയ്യും. ചെടി പോലെ ഉയരത്തിൽ നിന്നെഴുന്നള്ളി ജീവൻ ഇവർക്കും നൽകുന്നു കബറുകളുള്ളിൽ നിന്നി ഞാനോരോടെഴുന്നേറ്റ് നേടുന്നു പാർക്കുമോ എന്റെ ശരീരം ഭക്ഷിച്ച് എന്റെ രക്തപാനം ചെയ്യുമോ പാതാളത്തിൽ പോകാനായി വീഴാതെ എന്നും അവൻ ജീവിപ്പാൻ നിന്നിട്ട് മരിച്ചതു ഞാൻ എന്നും കേട്ടാൻ തന്നരുളിന്ന മഹത്വം മുറിയാറാകെ മേലെ ലോകാരെ മരമതിരെ കത്താവേ കള്ളനു കിട്ടിയ നിന്റെ വരം തൃത്വത്തെ കൊണ്ടാടി വരെ ചോരും കൈകൊണ്ടിടേണം. പിതാവും പുത്രനും പരിശുദ്ധനുമായി വന്ദിക്കപ്പെട്ടവനും സ്തുതിക്കപ്പെട്ടവനാകുന്നു ആദ്യം മുതൽ തലമുറ തലമുറകൾ വരെ തനിക്ക് സ്തുതി. വന്ദിക്കപ്പെട്ടവരും സ്തുതിക്കപ്പെട്ടവരുമാകുന്നു ആദ്യം മുതൽ തലമുറ തലമുറകൾ വരെ തനിക്ക് സ്തുതി. ഞങ്ങളുടെ രക്ഷയ്ക്കു വേണ്ടി വന്നവനും ഞങ്ങളുടെ പുനരുദ്ധാനത്തിനും ഞങ്ങളുടെ വർദ്ധത്തിന് നിത്യമായ പുതുക്കത്തിനും വേണ്ടി വരുവാനിക്കുന്നതുമായ ദൈവപുത്ര, പാപപരിഹാരം നൽകുന്ന നിന്റെ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസർക്കായി പാപപരിഹാരം ഇറങ്ങുമാറാകണമേ. ദൈവമായ കർത്താവേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ തിരുവൻപാകണ അവസരയ്ക്കുമായി
വിലയേറിയതായ തിരുശരീരങ്ങൾ അനുഭവിക്കുവാൻ നോക്കി പാർക്കുന്ന ഈ നിന്റെ ആരാധകരുടെ സംഘത്തെ നിന്റെ അദൃശ്യമായ വലതുകരം നീട്ടി വാഴ്ത്തുമാറാകണമേ. വലിയവരും നമ്മുടെ രക്ഷിതാവുമായ യേശുമിശിഹായാകുന്ന ദൈവത്തിന്റെ കരുണ ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും നൽകുന്നവരുടെ മേലും അനുഭവിക്കുന്നവരുടെ മേലും പരിശ്രമിച്ച് ഇവയിൽ സംബന്ധിച്ചിട്ടുള്ളവരും സംബന്ധിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടാകുമാറാകട്ടെ. ദൈവത്തിന്റെ കരുണ നമ്മുടെ മേലും അവരുടെ മേലും രണ്ടിലോമുള്ളും എന്നേക്കും ഉണ്ടാകുമാറാകട്ടെ. ഞങ്ങൾ ഭക്ഷിച്ച അവിടുത്തെ വിശുദ്ധ ശരീരവും ഞങ്ങൾ പാനം ചെയ്ത പുണ്യമുണ്ടാക്കുന്നതിലേക്കും ഞങ്ങൾക്കാർക്കും ശിക്ഷയ്ക്കോ പ്രതികാരത്തിനും കാരണമായി തീരരുത്. എന്നാലോ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവനെ രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ദൈവം തമ്പുരാനേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. സംബന്ധിക്കുവാൻ ഞങ്ങളെ അർഹരാക്കി തീർത്ത നിന്റെ കരുണയെ പ്രതി നിന്നെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. നിന്റെ വിശുദ്ധ രഹസ്യങ്ങളുടെ അനുഭവം മൂലം ഞങ്ങൾ ശിക്ഷാർഹരായി തീരാതെ പരിശുദ്ധ റൂഹായോടുള്ള സംബന്ധത്തിന് അർഹരായി ഭവിക്കണമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. നൽകപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊണ്ടതിന് ശേഷം വീണ്ടും കാരുണ്യവാനായ നാം തലകുനിക്കണം. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന വലിയവനും വിസ്മയനുമായ ദൈവം തമ്പുരാനേ, ദൈവത്തോട് ഞങ്ങളിൽ കരുണ ചെയ്യണമേ. ഞങ്ങൾ നിത്യവും നിന്നെയും നിന്റെ ജനകനായ പിതാവാം ദൈവത്തെയും സകലത്തിനും പരിശുദ്ധനും ഒത്തൊരുമായ നിന്റെ റൂഹായെ സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. Tadaro manha
വാത്സല്യ സഹോദരങ്ങളെ, കർത്താവിൻ്റെ പാപപരിഹാരം നൽകുന്ന ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന യാത്രാവർഷത്തോടും അനുഗ്രഹങ്ങളോടുകൂടി പരിശുദ്ധവും മഹനീയവുമായ തൃത്വത്തിൻ്റെ കൃപയ്ക്കും കരുണയ്ക്കും നിങ്ങളെ ഞാൻ ഭരമേൽപ്പിക്കുന്ന ഈ സമയം സമാധാനത്താലെ പോകും. ദൂരസ്ഥരും സമീപസ്ഥരും ജീവനുള്ളവരും മരിച്ചു പോയവരും നമ്മുടെ കർത്താവിന്റെ ജീവനുള്ള സ്ത്രീമായാൽ രക്ഷിക്കപ്പെട്ടവരും പരിശുദ്ധ മാമോദീസായുടെ റോഷ്മയാൽ മുദ്രയിടപ്പെട്ടവരുമേ, ഈ തൃത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കും, നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കും, വിശ്വാസികളായി വാങ്ങിപ്പോരുടെ ആത്മാക്കളുടെ മേൽ ആശ്വാസം നൽകുകയും ചെയ്യും. ബലഹീനും ഭാവിയുമായ ദാസനാവുന്ന ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനയാൽ കരുണയും സഹായവും പ്രാപിപ്പാൻ ഇടയാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് സമാധാനത്താലെ പോകുവിൻ, എന്നാളും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുവിൻ. അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവിൽ അനുഗ്രഹീതരായവരെ, ഇന്ന് നാം വായിച്ചു കേട്ട എവൻഗേലിയോൻ വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 51 മുതലുള്ള വേദഭാഗങ്ങൾ. 3.5 വർഷക്കാലം കർത്താവിൻ്റെ ഊട്ടുമേശയിൽ നിന്ന് അപ്പം ഭക്ഷിച്ചിട്ടും അവൻ്റെ അത്താഴത്തിൻ്റെ രുചി മനസ്സിലാകാതെ പോയ 2 പേർ യേശുവിനോട് ആവശ്യപ്പെടുകയാണ്, ഏലിയ പ്രവർത്തിച്ചതുപോലെ ആകാശത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ഇവരെ നശിപ്പിക്കണമെന്ന് ഞങ്ങൾ പറയുന്നത് നിനക്കിഷ്ടമോ എന്ന്. ആരോഹണ നാളുകൾ തികയാറായപ്പോൾ കർത്താവ് യെരൂശലേമിലേക്ക് പോകുവാനായിട്ട് ആഗ്രഹിച്ചു. ശമരിയ വഴി കടന്നു പോകുമ്പോൾ ശമരിയക്കാർ അവനെ വേണ്ട വിധം കൈക്കൊള്ളുന്നില്ല. ആ ഒരു പശ്ചാത്തലത്തിലാണ് യാക്കോബും യോഹന്നാനും ഈ ആവശ്യം കർത്താവിനോട് അറിയിക്കുന്നത്. സ്ലീഹന്മാരുടെ 12 പേരുടെ ആ കൂട്ടത്തിൽ തന്നെ ചില പ്രത്യേക സാഹചര്യങ്ങളിലൊക്കെ യേശു തമ്പുരാൻ കൂട്ടിക്കൊണ്ടുപോയ 3 ശിഷ്യന്മാരിൽ 2 പേരായിരുന്നു യാക്കോബും യോഹന്നാനും. അത്രയും ഹൃദയാടുപ്പമുണ്ടായിട്ടും ക്രിസ്തുവിനോട് ചേർന്ന് ഇരുന്നിട്ടും ക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുകളെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കാതെ പരാജയപ്പെട്ട ശിഷ്യന്മാരുടെ വിലാപമാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത്. ആകാശത്തിൽ നിന്ന് അഗ്നി ഇറക്കി ഇവരെ നശിപ്പിക്കുന്നത് നിനക്കിഷ്ടമോ എന്ന്. തങ്ങളോട് ചേർന്ന് നിൽക്കാത്തവരെയും മാനസികമായി ഐക്യമില്ലാത്തവരെയും തങ്ങളുടെ ആശയങ്ങളുമായിട്ട് പൊരുത്തപ്പെടാത്തവരെയെല്ലാം നശിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ശിഷ്യന്മാർ അന്നത്തെ പോലെ ഇന്നും ഇതുപോലെയുള്ള സമാന ചിന്താഗതിക്കാർ നമ്മുടെ നാട്ടിലുണ്ട്, നമ്മുടെ ഇടയിലുണ്ട്. എനിക്ക് ജീവിക്കണം, എൻ്റെ കാര്യം നടക്കണം, അതിനേക്കാൾ ഉപരിയായി മറ്റൊന്നുമില്ല. എന്നാൽ മറ്റുള്ളവരുടെ ജീവൻ സംരക്ഷിക്കുക കൂടിയാണ്
തമ്പുരാന്റെ കർത്തവ്യം എന്ന് തിരിച്ചറിയാൻ പരാജയപ്പെടുന്ന സ്ത്രീഹന്മാർ. ഇന്ന് നമുക്ക് ബോധപൂർവം ഒരു തിരുത്തൽ നടത്താം. നമ്മുടെ ജീവിതത്തിൽ ആരെയും നശിപ്പിക്കുന്നതും ആരെയും ഇല്ലായ്മ ചെയ്യുന്നതുമല്ല ക്രിസ്തു വിഭാവന ചെയ്ത സ്നേഹത്തിന്റെ ദൈവരാജ്യം എന്നുള്ളത്. എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ്. ആ സ്നേഹ ശുശ്രൂഷയിൽ മുൻപോട്ട് പോകുവാൻ ദൈവം നമുക്ക് കരുത്ത് തരട്ടെ. പിന്നീട് ശിഷ്യന്മാരെ ക്രിസ്തുവിനെ പിന്തുടരുവാൻ ആഗ്രഹിക്കുന്ന കുറേ ആളുകളുടെ അനുഭവമൊക്കെ പറഞ്ഞാണ് ഇന്ന് എവൻഗേലിയൻ ഭാഗം അവസാനിപ്പിക്കുന്നത്. ദൈവരാജ്യത്തോടുള്ള ബന്ധമാണ് ആദ്യമേ നാം പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്ന് ക്രിസ്തു പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ജീവിതത്തിൽ എപ്പോഴും നിത്യജീവൻ, ദൈവരാജ്യം, സ്വർഗരാജ്യം, ക്രിസ്തു ഇവയോടൊക്കെയുള്ള പ്രാമുഖ്യം നമ്മുടെ ജീവിതത്തിൽ നാം പുലർത്തണമെന്ന് ഈ ഭാഗം നമ്മെ ശക്തിയായിട്ട് ഓർപ്പിക്കുന്നുണ്ട്. കുറുനരികൾക്ക് ഗുഹകളും ആകാശത്തിലെ പക്ഷികൾക്ക് കൂടുകളുമുണ്ട്, മനുഷ്യപുത്രനോ തൻ്റെ തലചായ്പാൻ സ്ഥലമില്ല. എത്ര വാസ്തവമായിരുന്നു ക്രിസ്തു ഇത് പറഞ്ഞത്. അവസാനം കുരിശിൽ തൻ്റെ സ്വന്തം കൈത്തണ്ടയിലെ കല്ലെ തൻ്റെ ശിരസ് ഇറക്കി വെച്ചത്. ആർക്കോ വേണ്ടി ഒരുക്കപ്പെട്ട ഒരു കല്ലറയിലല്ലേ അദ്ദേഹത്തിന്റെ ശരീരം മറവ് ചെയ്തത്. ഒരിഞ്ച് ഭൂമി സ്വന്തമായിട്ടില്ലാതെ, എന്നാൽ എല്ലാം തൻ്റേതെന്ന് അവകാശപ്പെടുവാൻ തക്കവണ്ണമുള്ള സ്നേഹത്തിൽ ചാലിച്ചെത്തിയ കുറേ സുഗന്ധം ജീവിതത്തിൽ കൈമുതലാക്കിയ ശ്രേഷ്ഠനായ ഗുരുവിനെയാണ് നാം പിന്തുടരുന്നതെങ്കിൽ ഈ ബോധപൂർവമായ ഒരു താല്പര്യം നമ്മുടെ മനസ്സിലുണ്ടാകണം. നേടി കൂട്ടിവെക്കുന്നതിലല്ല, ഉള്ള വിഭവങ്ങൾ മറ്റുള്ളവരുമായി പങ്കിടുന്നതിലൂടെയും അത് അർത്ഥപൂർണമായി അനുഭവിക്കുന്നതിലൂടെയൊക്കെയാണ് സാഹോദര്യവും സമഭാവനയും ഒക്കെ നമുക്ക് ഈ ഭൂമിയിൽ തുടരുവാനായിട്ട് സാധിക്കുന്നത്. ശിഷ്യത്വത്തിന്റെ വില മനസ്സിലാക്കാതെ പലരും ഈ ദൈവവചനവുമായി ഇറങ്ങുന്നുണ്ട്. അതൊരു പ്രോസ്പെരിറ്റി ഗോസ്പലിന്റെ ഭാഗമായി സമൃദ്ധിയുടെ സുവിശേഷം പ്രസംഗിക്കാനായിട്ടാണ് എല്ലാവർക്കും താല്പര്യം. എന്നാൽ ക്രിസ്തു വിളിക്കുന്നത് മരിക്കാനായിട്ടാണ്. ക്രിസ്തു നമ്മെ വിളിക്കുന്നത് ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്കാണ്. ക്രിസ്തു നമ്മെ വിളിക്കുന്നത് ശൂന്യവൽക്കരിക്കപ്പെടാനാണ്, സെൽഫ് എംപ്റ്റി. അതുതന്നെയല്ലേ ക്രിസ്തു നമുക്ക് കാണിച്ചു തന്നത്. ഈ ക്രിസ്തു മാർഗത്തെ നമ്മുടെ നെഞ്ചോട് ചേർത്ത് വെച്ച് അനുഗ്രഹകരമായ നല്ല ജീവിതം തുടരുവാൻ ഈ നാളുകളിൽ ദൈവം തമ്പുരാൻ നമുക്ക് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥനാപൂർവം ആശംസിച്ച് ദൈവനാമത്തിൽ എല്ലാവരെയും പ്രാർത്ഥനയിൽ ഓർത്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വ്യാഴാഴ്ച ദിവസം സ്വർഗാരോഹണ പെരുന്നാൾ ദിവസമാണ്. രാവിലെ 7 മണിക്ക് വിശുദ്ധ കുർബാന പള്ളിയിൽ ശുശ്രൂഷ ഉണ്ടായിരിക്കും എന്ന് നിങ്ങളുടെ അറിവിനായി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഏത് അവസ്ഥയിലൂടെയാണ് നാം ഓരോരുത്തരും കടന്നു പോകുന്നത് എന്ന് നമുക്ക് നല്ല നിശ്ചയമുണ്ടല്ലോ. നമ്മുടെ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവവുമായിട്ടുള്ള നല്ല ബന്ധം സൂക്ഷിപ്പാൻ നമുക്ക് ഇടയാകാം. കുറവുകളെ ഏറ്റുപറയാനും തെറ്റിനെ തിരുത്തുവാനും നന്മ നിറഞ്ഞ പാതയിലൂടെ ഓരോ ചുവടും സൂക്ഷ്മതയോടുകൂടി വെപ്പാനും ഈ നാളുകളിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സ്, നമ്മുടെ ആത്മാവ്, ദൈവം നമുക്ക് നൽകിയ എല്ലാ ആത്മീയ അനുഭവങ്ങളെയും നന്ദിയോടെ ഓർത്ത് ശ്രേഷ്ഠമായ രീതിയിൽ ജീവിക്കാൻ നമുക്ക് മനസ്സുകൊണ്ട് ഒരുങ്ങാം. നമ്മുടെ ഇടവാകമായ ആനക്കല്ലിങ്കലായ ഒട്ടച്ചാൽ വിറ്റി മേരിക്കുട്ടി ടീച്ചർ 87ാമത്തെ വയസ്സിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച വാർദ്ധക്യ സഹജമായ അസുഖത്താൽ നിര്യാതയായ വാർത്ത ഇതിനോടകം നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ. ആ പ്രിയ ടീച്ചറിൻ്റെ ദേഹവിയോഗത്തിൽ ദുഃഖാർത്ഥരായ ഭവന അംഗങ്ങളോട് ഇടവയ്ക്കുള്ള അനുശോചനം ഞാൻ അറിയിക്കുകയും ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോയ പ്രിയ ടീച്ചറിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട്
ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കുർബാന അനുഭവിക്കാനുള്ളവരും